ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ബ്രെഡ് വെച്ചുള്ള ഓംലേറ്റ്. ബ്രെഡ്, മുട്ട ഇതൊക്കെ വെച്ചുള്ള ഓംലേറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അത് ബ്രെഡിനകത്ത് നെയ്യ് ചേർത്ത്, ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് സവാള, 2 മുട്ട, പിന്നെ കറിവേപ്പില, പച്ചമുളക്. ഇത്രയും സാധനം വെച്ചാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നെയ്യൊന്ന് പുരട്ടി വെക്കാം. കുറച്ച് നെയ്യ്. നെയ്യ് വെച്ചും ചെയ്യാം. നമുക്ക് ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് നെയ്യ് വെച്ച് ഞാൻ ചെയ്യുന്നത്. അവരവർക്ക് ഇഷ്ടമനുസരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത് വെച്ച് ചെയ്യാം. ഒരു ഭാഗത്ത് പരട്ടിയാൽ മതി, ഒരു സൈഡിൽ. നെയ്യൊക്കെ പുരട്ടി വെച്ചു. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു, പച്ചമുളക് അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ട് ഇനി ഉപ്പിട്ട് കൊടുക്കുന്നു. ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. കുരുമുളക് ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്ത് ഇച്ചിരി പാലോ വെള്ളവും കൂടെ ഒഴിക്കാം. ഞാൻ ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്നും ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒരു തുള്ളി ഒഴിച്ച് അത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി നല്ല വൃത്തിയായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുന്നു, ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം. ഞാനിത് രാവിലെ ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് ബ്രെഡ് വയ്ക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവട്ടെ. തിരിച്ചിട്ട് കൊടുക്കുക. എടുത്ത് ഒഴിക്കൊന്ന് മാറിപ്പോയായിരുന്നു, ഇപ്പം റെഡിയായി. ഇതെല്ലാവരും വീട്ടിലൊക്കെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നേ. കുറച്ചൊന്ന് തിരിച്ചിട്ടൊന്ന് വേവട്ടെ. ഇത് വേവുമ്പോൾ മുട്ട നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ടാക്കി വെക്കണം. ചൂടാണ്, തീ ഓഫ് ചെയ്തിട്ടേ ചെയ്യാവൂ. തവി വെച്ചതും ചെയ്യാം. ഇപ്പം ചൂടാണ്. ഇച്ചിരി മാറ്റമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇത് ഒരു പാത്രത്തിലോട്ടാക്കാം. അങ്ങനെ നമ്മുടെ
മുട്ട വെച്ചുള്ള ബ്രെഡും കൂടെ ഉള്ള ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മുട്ട കഴിക്കാത്തവർ ഇതിനകത്ത് ബ്രെഡിനോട് മുട്ട ചേർത്ത് വെച്ച് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ കഴിച്ചോളും. ഇത് എളുപ്പം തയ്യാറാക്കാം ഒന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. എല്ലാ വീടുകളിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.